പതിവ് പോലെ ഓണക്കോടിയിൽ ഇത്തവണയും പുത്തൻ ട്രെൻഡുകൾ പരീക്ഷിക്കുകയാണ് എല്ലാവരും. ഓൺലൈനിൽ അനവധി പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും കടകളിൽ പോയി നേരിട്ട് ഓണക്കോടി എടുക്കുന്ന പതിവ് ആരും തെറ്റിക്കുന്നില്ല. നല്ല തിരക്കാണ് എല്ലായിടത്തും. അർജുൻ കല്യാട് കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈനിൽ ഒരുപാട് ഷോപ്പുകളുണ്ട്, ഒരുപാട് ട്രെൻഡ് ഉണ്ട്, ഡിസൈൻസ് ഉണ്ട്, നല്ല ഓഫറും ഉണ്ട്. പക്ഷേ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഓണം ആവുമ്പോൾ കുടുംബസമേതോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കടകളിൽ നേരിട്ട് ചെന്ന് ആ ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ ഒരു സന്തോഷവും ത്രില്ലും ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണല്ലോ അല്ലേ? എങ്ങനെയാണ് വസ്ത്രവിപണിയിലെ കാഴ്ചകളൊക്കെ? നല്ല തിരക്കാണോ? തിരക്ക് തുടങ്ങിയോ? ആര്യ, തീർച്ചയായിട്ടും എല്ലാ കടകളിലും ഷോപ്പുകളിലും ഒക്കെ പുത്തൻ ട്രെൻഡുകൾ ഇടം പിടിക്കുമ്പോഴും കണ്ണൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഓണം വ്യാപാര കേന്ദ്രം എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്റ്റേഡിയത്താണ്. കണ്ണൂർ സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തൊക്കെ ഓണത്തിൻ്റെ സമയത്ത് ഒരു പൂഴി വാരിയിട്ടാൽ നിലത്ത് വീഴാത്ത അത്രയും വലിയ ആൾത്തിരക്കുണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴെന്തായാലും ഇവിടെ ഇങ്ങനെ ഈ ചെറു വ്യാപാരങ്ങളൊക്കെ നടന്നു വരികയാണ്. ഇവിടെയുള്ള ചേട്ടന്മാരോടൊക്കെ ചോദിക്കാം. പ്രധാനമായും ഇവിടെ ഈ തുണികളൊക്കെ വിൽക്കുന്ന ചേട്ടന്മാർ മാത്രമേ ഇപ്പം നിലവിലിവിടെ ഉള്ളൂ. കാരണം വൈകുന്നേരമാണ്, ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച ആളുകളൊക്കെ വൈകുന്നേരം ഓഫീസിലൊക്കെ പോയി ഒരു വൈകുന്നേരം രാത്രി സമയത്തൊക്കെയാണ് ഇവിടെ കൂടുതലായി ആളുകൾ ഉണ്ടാവുക. ചേട്ടാ, എത്ര എന്താ വില? എന്താ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. എപ്പോഴാ തുടങ്ങിയതാ? ഇന്ന തുടങ്ങിയിട്ടില്ലോ. എല്ലാ കൊല്ലം ഇവിടെ വരാറുള്ള വിഷുവിനും ഓണത്തിനും മാത്രം. ഓണത്തിനും വിഷുവിനും കണ്ണൂരാണ്. കണ്ണൂര് സാധാരണ അതിൽ എല്ലാ ഓണവും വിഷു ഒക്കെ എങ്ങനെയാ ഉണ്ടാവാറ്? ഇപ്പോൾ ആള് വരാനായിട്ടില്ല. ഇനി 3 ദിവസം കൂടി കഴിഞ്ഞാൽ ആൾക്കാർ ഇറങ്ങുള്ളൂ. അങ്ങനെ വിലയൊക്കെ കഴിഞ്ഞ വർഷത്തെ നിങ്ങൾ ലേശം കൂട്ടിയിട്ടുണ്ടാവൂലേ? ഇല്ലല്ല, ഇത് അതേ വില തന്നെ. കഴിഞ്ഞ വർഷത്തെ അതേ വിലയാണ്. വലിയ മാറ്റമൊന്നുമില്ല. ആരൊക്കെ മാറിയാലും വിലയിൽ മാറ്റമില്ല. ഇതെങ്ങനെയാ ലുങ്കിക്കൊക്കെ വില എങ്ങനെയാ? 100 രൂപ. അത് മാത്രം 100 ബാക്കിയെല്ലാം 100 രൂപ. പിന്നെ ഒരു കാര്യം, ഈ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. ഒരു 2 ലുങ്കി വേണം കേട്ടോ. എങ്ങനെയുണ്ട് ഓണൊക്കെ? അടിപൊളി. സാധനങ്ങളൊക്കെ വാങ്ങിയോ? ഒന്നും കാണുന്നില്ലല്ലോ, സഞ്ചി ഒന്നും ഇല്ല. ഇത് വാങ്ങാൻ പോകുന്നില്ലല്ലോ. ഓണം ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടാളി തന്നെ. കൂടാളി ഇങ്ങോട്ടേക്ക് വന്നാണ് ഈ സാധനം വാങ്ങാൻ? അല്ല, അങ്ങനെ പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ്. ഓണത്തിന്റെ ഒരു മൂഡിലേക്ക് എത്തുന്നേ ഉള്ളൂ. എല്ലാ തവണ ഇവിടെ തന്നെയാണോ സാധനം? ഇവിടുന്ന് മേടിക്കും. സൗകര്യം കിട്ടുമ്പോൾ അങ്ങനെ മേടിക്കലത്. ഇന്ന സ്ഥലമൊന്നും ഇന്നുമില്ല. നമുക്കതാ ചോദിക്കാം. അവിടെയൊക്കെ ഈ പറയുന്ന ലുങ്കിയൊക്കെ ആണെങ്കിൽ ഇവിടെ ബെഡ്ഷീറ്റ് ഒക്കെയാണ്. ബെഡ്ഷീറ്റ് ഈ ചേട്ടൻ നമ്മളെ പാലക്കാട് സ്ഥിരം കക്ഷിയാണ്, നമ്മളെ സ്വന്തം ആൾക്കാരാണ്. ഒറ്റപ്പാലം പേര് ഞാൻ മറന്നു. തങ്കരാജ് വാണിയംകുളം. എങ്ങനെയുണ്ട് ബെഡ്ഷീറ്റിനൊക്കെ? കുഴപ്പമില്ല. ബെഡ്ഷീറ്റ് 2 ഇപ്പോൾ ഓഫറാണ്. 2 ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ 500 റുപ്യ ഉള്ളൂ. പ്യൂർ കോട്ടൺ. 2 ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ ഡബിൾ കോട്ടിന് 500 റുപ്യ ഉള്ളൂ. എല്ലാ വർഷവും ഇവിടെ തന്നെ 22 വർഷമായി. ഓണം വിഷു ഇത്തവണ എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഈ തുടങ്ങിയുള്ളൂ. ഇന്നാണ് സ്റ്റാർട്ടിങ്. കുഴപ്പമില്ലാതെ തുടക്കാതെ മുത്തപ്പൻ കൈ വിടില്ലാന്ന് വിചാരിക്കണു. കണ്ണൂരുകാരുടെ മുത്തപ്പൻ്റെ ഇതിലാണ് വരുന്നത്. നമ്മൾ ആൾ ഇതുവരെ കൈ വിട്ടിട്ടില്ല. എത്ര മഴ പെയ്തില്ലെങ്കിലും ആൾ കൈ ഇല്ലാന്ന് വിചാരിക്കണു. അത്രേ ഉള്ളൂ. അതെ, മഴ പെയ്താലാണ് ഒരു ബുദ്ധിമുട്ട് വരിക. തീർച്ചയായിട്ടും ഇതുവരെ നമ്മൾ കൈ വിട്ടിട്ടില്ല മുത്തപ്പൻ. എങ്ങനെ പാലക്കാടാണ്. ഇതിന്റെ മറുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് സ്ത്രീകളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ എങ്ങനെ ഓണം ആഘോഷിക്കാൻ വന്നാണോ? അടിപൊളി. സാധനങ്ങളൊക്കെ വാങ്ങിയോ? നോക്കി വരുന്നേ ഉള്ളൂ അല്ലേ? ഇതിന്റെ മറുവശത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ചില സാധനങ്ങൾ, അലങ്കാര വസ്തുക്കളൊക്കെയുള്ള ഒരുപാട് കടകളും ഇതൊക്കെ ഈ ഭാഗത്തേക്കുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ കാണാൻ വേണ്ടി കഴിയും. പുത്തൻ ട്രെൻഡുകളൊക്കെ ഉണ്ടാകുമ്പോഴും അതിനനുസരിച്ച് ഈ കണ്ണൂരിലെ ഈ സ്റ്റേഡിയം ഭാഗത്തുമൊക്കെ. ചേട്ടാ, എങ്ങനെയുണ്ട് ചേച്ചി ഓണൊക്കെ? ഓണൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. ഡ്രസ്സൊക്കെ വാങ്ങിയോ? ഇല്ല, വാങ്ങിയില്ല. മക്കൾക്കാണോ നോക്കുന്നത്? ഒന്നല്ല, ചുമ്മാ വന്നതാന്ന്. ഒന്ന് കാണാം. ഇങ്ങനെ നോക്കാം, ചുമ്മാ നോക്കാം. എങ്ങനെയുണ്ട്? വിലയൊക്കെ കൂടുതലുണ്ടോ? ഇല്ല, ഒന്നും കാണുന്നില്ല. വിലയൊന്നും കാണുന്നൊന്നുമില്ല. എല്ലാം കൊല്ലുള്ള പോലെ തന്നെ. അതെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല. ഈ ഡ്രസ്സിനാണ് സാധാരണ അങ്ങനെ വില അങ്ങനെ കുതിച്ച് കയറാറുള്ളത്. അതെ, പക്ഷേ എല്ലാ കൊല്ലത്തും ഉള്ള പോലെ തന്നെ കാണുന്നത്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ മൊത്തത്തിലൊരു ഓണം? എങ്ങനെയാ? പച്ചക്കറി, ഈ ഡ്രസ്സിന്റെ കാര്യം മാത്രമല്ല, പച്ചക്കറികളുടെ കാര്യത്തിലായാലും എല്ലാത്തിനും വിലയെല്ലാം കമ്മി തന്നെയല്ലേ കാണുന്നത്. അതെ, കൂടുതലൊന്നും കാണുന്നൊന്നുമില്ല. ഇത്ര ഓണം വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകും. പ്രശ്നമില്ലാതെ അങ്ങ് പോകും. അതെ, പ്രശ്നമില്ലാതെ പോകുന്നു വിശ്വസിക്കുന്നു. മഴ ബുദ്ധിമുട്ടാകുമോ? അതൊരു അതെ. എല്ലാ തവണ ഇവിടെ തന്നെയാണോ എടുക്കാറുള്ളത്? വരുത്തുണ്ട്. എല്ലാ കൊല്ലവും വന്ന് നോക്കാറുണ്ട്. എടുക്കില്ലെങ്കിലും വന്ന് നോക്കും. ഇപ്രാവശ്യം ഒന്നും വാങ്ങിയിട്ടാണെന്നില്ലല്ലോ. അല്ല, ഇന്ന് തുടങ്ങുന്ന അത്രയല്ലേ ഇവിടെ. അതെ. അങ്ങോട്ടൊക്കെ വാങ്ങുക തന്നെയല്ലേ? 2-3 ദിവസം വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ കാണാൻ വേണ്ടി കഴിയും. ഒരുപാട് കുട്ടികൾക്കൊക്കെയുള്ള പിന്നെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? നമ്മൾ കച്ചവടം കുറവാണ്.
കുറവാണ്. കുറവാണ്. ഇന്ന് തുടങ്ങിയതിലുള്ളൂ. ഇന്നലെ തുടങ്ങി. അതല്ലേ? ആ ഇനി അങ്ങോട്ടൊക്കെ വരുമായിരിക്കും. വരുമായിരിക്കും. അങ്ങനെ സാധനങ്ങളൊക്കെ നല്ല ഒരുപാട് സാധനങ്ങൾ. ഒരുപാട് സാധനമുണ്ട്. നമ്മൾ തമിഴ്നാട്. എവിടെയാ? തമിഴ്നാട് മധുരൈ. എല്ലാ വർഷവും വരാറുണ്ടോ കണ്ണൂർ? എല്ലാം നമ്മള് 30 കൊല്ലം ഇവിടെ വരണ. തീരെ നമ്മളെ കണ്ണൂരാരെ പോലെ തന്നെയായി. കണ്ണൂരെ പറഞ്ഞായി. അത് തന്നെയാണ് ആര്യ. നമുക്കൊക്കെ ഈ പറയുന്ന ആളുകളൊക്കെ കച്ചവടം നടത്തുന്ന ചേട്ടന്മാരൊക്കെ 10, 25, 30 വർഷമൊക്കെ ആയി കണ്ണൂരിൽ തന്നെ കച്ചവടം നടത്തുന്ന ചേട്ടന്മാരാണ്. അവരൊക്കെ എല്ലാ ഓണത്തിനും വിഷുവിനും ഒക്കെ ഈ കണ്ണൂർ സ്റ്റേഡിയം ഭാഗത്തുള്ള ഈ പറയുന്ന ഈ ഒഴിഞ്ഞ സ്ഥലത്ത്, ഇത് കോർപ്പറേഷൻ സ്ഥലമാണ്, ഇത് ഈ സമയത്ത് മാത്രം ഈ വഴിയോര കച്ചവടക്കാർക്ക് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായി കണ്ണൂരിൽ എല്ലാ ഓണക്കാലത്തും വിഷുക്കാലത്തും ആഘോഷ സമയത്തുമൊക്കെ ഇടം പിടിക്കാറുള്ളത്. എന്തായാലും കച്ചവടം തുടങ്ങിയതേ ഉള്ളൂ. ഓണത്തിന് വേണ്ടി പർച്ചേസ് ചെയ്യാൻ ആളുകളും എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ടേക്ക് വരും ദിവസങ്ങളിലൊക്കെ വലിയ ജനത്തിരക്കായിരിക്കും, വലിയ ആൾക്കൂട്ടമുണ്ടാവും. ഒരു വലിയ ഓണത്തിന്റെ ഓണപ്പാച്ചിലും ഉത്രാടപ്പാച്ചിലും ഒക്കെ നടക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പറയുന്ന സ്റ്റേഡിയം എന്ന് പറയുന്നത്. എന്തായാലും വ്യാപാരം പൊടിപൊടിക്കുകയാണ് ആര്യ. തീർച്ചയായും അർജുൻ കല്യാടാണ് കണ്ണൂരിലെ സ്റ്റേഡിയത്തിന് സമീപത്തെ ഒരു മാർക്കറ്റിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തുണിത്തരങ്ങളൊക്കെ വാങ്ങാനെത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെ പുതിയ ട്രെൻഡുകളുണ്ട്, ഒരുപാട് കളക്ഷൻ ഉണ്ട്, വില അധികമൊന്നുമില്ല. അപ്പോൾ വലിയ ആശങ്കയൊന്നുമില്ലാതെ പുത്തൻ ട്രെൻഡുകൾക്കനുസരിച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ കണ്ണൂരുകാർക്ക് അവിടേക്ക് പോകാൻ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അർജുൻ കല്യാടാണ് നമുക്കൊപ്പം ചേർന്നത്.